ഹലോ! ഇതെന്താ പരിപാടിന്നല്ലേ? വേറൊന്നും അല്ല കേട്ടോ. നമ്മുടെ വാമിക്കുട്ടിയുടെ 1-ാം പിറന്നാളാ. അപ്പോൾ അതിനുള്ള കലാപരിപാടിയാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ചായിരുന്നു കേട്ടോ. നാളെയാണ് ഫംഗ്ഷന്. അപ്പം നമ്മൾ തലേന്നേ റിലേറ്റീവ്സ് കാര്യങ്ങളെല്ലാവരും വന്നായിരുന്നു. പിന്നെ തലേന്നുള്ള പരിപാടിയാട്ടോ ഇതൊക്കെ. എല്ലാവരും ഭയങ്കര തിരക്കിട്ട പരിപാടിയിലാണേ. കുക്കിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട്. അടുപ്പൊക്കെ കൂട്ടി വീടിൻ്റെ അടുത്തുള്ള അവരൊക്കെ വന്ന് നല്ല സഹകരണവും സഹായമൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവരും തിരക്കിട്ട പരിപാടിയിലാണേ. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല. നമ്മളിതാ റൂമിനകത്ത് അടച്ചിട്ടിട്ട് ഫുള്ളും ബലൂണ് വീർപ്പിക്കുക, ഡെക്കറേഷൻ പരിപാടിയാണ്. നാളെ ആണെങ്കിൽ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ പോകാനുണ്ട്. പിന്നെന്താ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം, ഇവളെ ഒരുക്കണം. അതൊക്കെ ആകുമ്പോൾ നമുക്ക് പണി നാളെ നമുക്കൊന്നും ചെയ്യാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നൈറ്റ് തന്നെ ഏകദേശം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്. ഹസ്ബൻഡാണ് മെയിനായിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നത്. നമ്മളതൊക്കെ വീർപ്പിച്ചെടുക്കുക. പാവം ചേച്ചീൻ്റെ മക്കളും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അതിനിടയ്ക്ക് മോളാണെങ്കിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് തന്നെ അറിയുന്നില്ല. അവൾ ഈ ബലൂണൊക്കെ കണ്ടിട്ട് പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവളെ കയ്യിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളും ആ പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ആ നൈറ്റ്. കാരണം ഒത്തിരി ആൾക്കാർ, പിന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഫോൺ കൊടുത്തുകൊണ്ട് ഫോൺ അവിടെ ഇടുന്ന പരിപാടി തന്നെയാണ് കേട്ടോ ആള്. പിന്നെ കുറച്ച് ചിണുങ്ങലൊക്കെ ഉണ്ട്. നമ്മളത് സാരെല്ലാം അയച്ച് നമ്മളിങ്ങനെ ഡെക്കറേഷൻ ചെയ്യുക കേട്ടോ. എങ്ങനെ ഐഡിയ വേണം നോക്കുമ്പോഴാണ് നമ്മൾ വിചാരിച്ചു ആദ്യം നൂൽക്കമ്പി കൊണ്ട് ഡെക്കറേഷൻ ചെയ്താലോ എന്ന്. പക്ഷെ നൂൽക്കമ്പിയും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താൽ ഒന്നും പിരിക്കില്ല. അപ്പം നമുക്ക് വലിയൊരു പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബലൂൺ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ പൈപ്പ് കിട്ടിയില്ല. അവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അതെടുത്ത് നമ്മൾ പിന്നെന്താ വെച്ച് അതിൻ്റെ മുകളിൽ ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്യാണ്. ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ബലൂണാണെങ്കിലോ നമുക്ക് തികയാതെ വന്നു കേട്ടോ. അപ്പം നമ്മളുള്ള സ്പേസിൽ ബലൂണൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമ്മളതൊക്കെ തോരണൊക്കെ തൂക്കി. പിന്നെ ഹാപ്പി ബർത്ത്ഡേ അത് നമ്മൾ കുറേ നോക്കിയിട്ടോ എങ്ങനെ ചെയ്യേണ്ടേ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അതേപോലെയൊക്കെ ചെയ്തു. ഹസ്ബൻഡ് ഒരു സഹായം ഉള്ളതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഹസ്ബൻഡ് തേപ്പിച്ചിട്ടോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ നമ്മൾ ചെയ്ത് ഫൈനൽ ലുക്ക് നാളെ